ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യെല്ലോ പീലിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപ് എടുക്കുന്ന ഒരു വീഡിയോയാണ്. ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു യെല്ലോ പീലിംഗ് ചെയ്യാൻ വരുമ്പോൾ ഫേസിലൊന്നും അപ്ലൈ ചെയ്യരുത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തലേ ദിവസം മുതലേ തന്നെ നമ്മൾ ഫേസിൽ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ എനിക്ക് ലോഷനും അതേപോലെ തന്നെ ബൈലൂമ എന്ന് പറഞ്ഞിട്ടൊരു ക്രീമും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. അത് ഡോക്ടർ പറഞ്ഞ് ഒരു ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ ഒരു മാറ്റം വരില്ല, ഒരു 3 ട്യൂബെങ്കിലും അത് യൂസ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഹോസ്പിറ്റലിൽ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. വേറൊന്നുമല്ല, ഞാൻ അവിടുത്തെ നേഴ്സിനോട് വീഡിയോ ചെയ്യാൻ പറ്റുമോ, വീഡിയോ എടുക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. കാരണം ഞാൻ ക്ലിനിക്കിലല്ല പോകുന്നത്, സാധാരണ ഒരു ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ്, കൊടുങ്ങല്ലൂരുള്ള ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റിനടുത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ എടുത്തിരുന്നത് നമുക്കറിയില്ല. അതേസമയം നമ്മൾ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ഒക്കെ ക്ലിനിക്കിലാണ് നമ്മൾ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ ഒക്കെ എടുത്തോളാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവർ ആഡ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് പീലിംഗ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിനെ കുറിച്ചിട്ടും അത് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഞാൻ പോയി വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ യെല്ലോ പീലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ ഫേസിലൂടെ യെല്ലോ ഒരു ടോൺ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ആരെയും കൊണ്ടുപോയില്ല, ഞാൻ മാത്രമാണ് പോയത്. പറ്റാവുന്നതൊക്കെ ഞാൻ ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു യെല്ലോ ഒരു ലോഷൻ പോലത്തെ ഒരു സംഭവം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇത് അപ്ലൈ ചെയ്ത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ ഇത് വാഷ് ചെയ്യാനാണ് പറഞ്ഞത്. 3 ദിവസത്തേക്ക് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്ത്, കാരണം ഇത് പീലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ എനിക്ക് ഡോക്ടർ തന്നെ അവിടെ നിന്ന് ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഡോക്ടർ എനിക്ക് ഫ്രീ ആയിട്ട് വെറുതെ തന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്നോട് ചോദിച്ചു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അത്യാവശ്യം ഓയിലിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല, എനിക്ക് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് ഒരു സാമ്പിൾ ഉണ്ട്, അത് ഞാൻ തരാം, അത് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് 3 ദിവസത്തേക്ക് ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല, ഫേസ് വാഷ് ഇട്ടിട്ട്. പിന്നെ അതേപോലെ തന്നെ 2500 രൂപയാണ് ഈ ഒരു യെല്ലോ പീലിങ്ങിന് വേണ്ടി വന്നത്. ചിലർ കെമിക്കൽ പീലിംഗ്, യെല്ലോ പീലിംഗ്, അങ്ങനെ പലരുടെയും സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഡോക്ടർ പറയുന്നത്. എനിക്ക് ചെയ്തത് യെല്ലോ പീലിംഗ് ആണ്. 2500 രൂപയാണ് ഇതിന് വന്നത്. അപ്പം പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. ഇനി അടുത്ത പീലിംഗ് എപ്പോൾ ചെയ്യണമെന്നൊന്നും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഡോക്ടർ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറഞ്ഞു. 8 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. 3 ദിവസം ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരു ക്രീമുകളും ഫേസിൽ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ പറയാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നല്ലൊരു ക്ലിനിക്കിൽ പോയി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മീഷോയിലും ആമസോണിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് യെല്ലോ പീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും വാങ്ങി ആരും യൂസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്കിന്നിന് മൊത്തം പീലായി പോവും. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് നല്ലൊരു ക്ലിനിക്കിൽ പോയിട്ട് മാത്രമേ ഇത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരും ഈ ഒരു സൊല്യൂഷൻ വാങ്ങി വീട്ടിൽ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ എൻ്റെ ഫേസിൽ ആ ഒരു പീലിങ്ങിൻ്റെ സൊല്യൂഷൻ അപ്ലൈ ചെയ്തേക്കാണ്, ഇതൊരു വാഷ് ചെയ്തിട്ടില്ല. എനിക്കൊരു 7:30, അതായത് ടൈം വെച്ച് ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 7:30, രാത്രി ഒരു 7:30ക്കാണ് എൻ്റെ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡോക്ടർ പറഞ്ഞത് നാളെ മുതൽ ചെറുതായിട്ട് പീലിംഗ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് ചെറുതായിട്ട് പീലിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയോ, അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ, എൻ്റെ മുഖം വെളുത്തോ, കളർ വെച്ചോ, അല്ലെങ്കിൽ എൻ്റെ ചെവിയുടെയും ഈ ഒരു കഴുത്തിൻ്റെയും കളർ തന്നെ എൻ്റെ ഫേസിലും വന്നോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ഓക്കെ, ബൈ.